ഹായ് ഓൾ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം എനിക്ക് നല്ല ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. കാരണം നാട്ടിൽ നിന്ന് ഒരുപാട് പേര് റഷ്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസം എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അപ്പോൾ എങ്ങനെയാണ് ഇത്രയും പേര് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോസ് കണ്ടല്ലോ, ഷോർട്ട് വീഡിയോയിലൂടെ കുറേ പേര് റഷ്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് കമ്പനി വിസയാണ്. കമ്പനി വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ, അത് ഞാൻ എൻ്റെ വിസ കാറ്റഗറിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ വിസക്ക് ഓരോ കാറ്റഗറി ഉണ്ട്. അപ്പോൾ കമ്പനി വിസയിലാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റഷ്യൻ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിരുന്നു. നമുക്ക് ടീച്ചറിനെ കണ്ടെത്തണം. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ഇംഗ്ലീഷും റഷ്യയും അറിയുന്ന ഒരു ടീച്ചർ വേണമായിരുന്നു. അപ്പോൾ അതായത് നമുക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും, അതൊക്കെ ടീച്ചേഴ്സിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ടീച്ചറിനെ സെർച്ച് ചെയ്യുന്ന ഒരു തിരക്കിലായിരുന്നു ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. അവസാനം എനിക്ക് ടീച്ചർ കണ്ടെത്താൻ പറ്റി. മോസ്കോ ഒന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ വന്നിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ ലാംഗ്വേജും കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം റഷ്യൻ്റെ പുതിയ ലോ അനുസരിച്ച് നമ്മളിവിടെ റഷ്യൻ ലാംഗ്വേജ് എന്തായാലും കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ള ഒരു ലോ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ റഷ്യൻ ലാംഗ്വേജ്, കാരണം ഈ രാജ്യത്ത് നമ്മുടെ റഷ്യ മറ്റൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ റഷ്യയുടെ ഒരു ഇതനുസരിച്ച് നിങ്ങൾ എന്തായാലും റഷ്യൻ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ള ഒരു പുതിയൊരു ലോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ റഷ്യ ഗവൺമെൻറ് ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും റഷ്യൻ ലാംഗ്വേജ് പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ആയിട്ട് റഷ്യ അറിഞ്ഞിരിക്കണം എന്നാണ് ഈ രാജ്യത്തിൻ്റെ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിൽ നമ്മൾ ഈ വിസയിൽ വരുന്നവർ ഒരു ടാക്സും കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചെറിയൊരു ടാക്സ്. അപ്പം ഏകദേശം ഇതിൻ്റെ ഒരു സാലറി പാക്കേജ് പറയുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു 40 മുതൽ 1,20,000 വരെയാണ് അവർ സാലറി പാക്കേജ് കിട്ടുന്നത്. കാരണം അവർ ഓരോ ടാർജറ്റാണ് ഇത്രയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും രൂപ കിട്ടും. ഒരു 2 ആഴ്ച കൊണ്ട് ഒരു 40,000 45,000 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ 53,000 ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് 2 ആഴ്ച കൊണ്ട് മാത്രം. പിന്നെ ഒരു മാസത്തിൽ 1,00,000 മുകളിലൊക്കെ ഏൺ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മൾ ഈ ഫസ്റ്റ് വരുന്ന ആളുകൾക്കൊന്നും ഇത്രയൊന്നും ശമ്പളം ഫസ്റ്റ് ഒന്നും കിട്ടത്തില്ല. നമ്മൾ ആ ജോലിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ആ ജോലി എന്താണ്, ആ ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. പൊതുവെ കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത് ഈ ജോലിയെക്കുറിച്ച് അറിയില്ലാത്ത ഒരു ഹെൽപ്പർ എന്നുള്ള രീതിയിലാണ്. അവർക്കൊരു പുതിയൊരു സ്കില്ല് പഠിച്ചെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ വന്നിട്ടുള്ള ആളുകൾ കാർപ്പൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജോബിലേക്കാണ്. അതായത് അവർ ഇതൊക്കെ ഉണ്ടാക്കുക, സ്വന്തമായിട്ട് ഒരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം പുതിയതായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സോഫകൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കുക എന്നുള്ളതാണ്. മേബിൾസ് ഫാബ്രിക് എന്ന് ആണ് ഇതിനെ റഷ്യയിൽ പറയാം. അപ്പം അതിൻ്റെ എല്ലാ സെക്ഷനിലേക്കും ആളുകൾ ഇവരെ പഠിപ്പിക്കുകയാണ്. അതായത് പുതിയൊരു സ്കില്ല് പഠിപ്പിക്കുകയാണ് ഈ ഒരു ജോലിയുടെ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം റഷ്യയിൽ നിന്ന് നമുക്ക് നല്ല റഷ്യൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സോഫകൾ, അതായത് തന്നെ സ്റ്റൂൾസ്, അങ്ങനെയുള്ള കസാലകൾ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, അലമാരകൾ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് റഷ്യയിൽ. അപ്പം റഷ്യൻ്റെ ഓൾ ഓവർ ദ റഷ്യയിലേക്ക് നമ്മൾ ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യും. അതാണ് ഈ ഒരു ജോലിയുടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ പുതിയൊരു ജോലി എങ്ങനെ ഒരു സ്കില്ല് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം. കാരണം പലർക്കും ഒന്നും സ്കില്ല് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളും ഹെൽപ്പറായിട്ട് വരുന്ന ആളുകൾക്ക് ഇവിടെ പുതിയ സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിക്കാം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അത് പഠിച്ചു കഴിഞ്ഞാൽ അനുസരിച്ചിട്ട് നമുക്ക് സാലറിയിൽ വേരിയേഷൻ ഉണ്ടാവും. നമ്മുടെ സാലറി കൂടും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ ഓരോ കാറ്റഗറി ഇത്ര സോഫ സെറ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത്ര സ്റ്റൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇത്ര അലമാര ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഈ ജോബ് കാറ്റഗറി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ജോബ് കാറ്റഗറിയിലേക്കാണ് ആളുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോട്ട എന്ന് പറയുന്ന ഒരു വിസയാണ്. അത്യാവശ്യം വലിയൊരു എമൗണ്ട് ഒന്നും വരുന്നില്ല. ഒരു 3 lakhിൻ്റെ അടുത്തൊക്കെ വരുന്നുള്ളൂ എല്ലാം കൂട്ടിയിട്ട്. അപ്പോൾ വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടില്ല. ഇവിടെ ഇവരെ മെഡിക്കൽ പിന്നെ റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റ് പഠിപ്പിക്കാൻ ടീച്ചറുണ്ട്. അതിന് തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ മെഡിക്കലിൻ്റെ പൈസ വരുന്നുണ്ട് വേറെ. ഇവിടെ വന്നിട്ട് ഫുൾ മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മോസ്കോ എയർപോർട്ട് പിക്കപ്പ് ഉണ്ട്. അതുപോലെ തന്നെ എയർപോർട്ട് പിക്കപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, വേറെ ഒരുപാട്
എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വളരെ വലിയൊരു എമൗണ്ട് ഒന്നുമല്ല, വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് തന്നെയാണ്. അതും യൂറോപ്യൻ കൺട്രീസിലേക്ക് കയറി വരിക, പുതിയൊരു സ്കില്ല് പഠിക്കുക എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ചെയ്യാണ്ട്. അവരെ ഇപ്പോൾ പുതിയ റൂൾ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ സിം കാർഡ് എടുക്കണമെങ്കിൽ മൊയ് ഡോക്യുമെന്റിൽ പോയിട്ട് സ്നീൽസ് എടുക്കണം, രജിസ്ട്രേഷൻ വേണം, അതുപോലെ തന്നെ ബയോമെട്രിക്സ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന തിരക്കിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.